permanent adjustments of dumpy level. So these are the three desired relations between the fundamental axis of a dumpy level. അപ്പോൾ ഒരു ഡംപി ലെവലിനകത്ത് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ്സ് സെന്റർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ലെവൽ ട്യൂബ്. ഈ ലെവൽ ട്യൂബിന് ടോപ്പിൽ ഇതൊരു ഗ്ലാസിന്റെ ട്യൂബാണെന്ന് നമുക്കറിയാം. അതിനകത്ത് ശരിക്കും ട്രാൻസ്പാരന്റ് ആണെങ്കിലും കുറച്ചൊരു ഔട്ടർ കവറിങ് പോലെ ഒരു സ്ലീവ് പോലെ ഒരു ബ്ലാക്ക് കളറിലോ ഒക്കെ ഒരു കവറിങ് ഉണ്ട്. അതിൽ ഈ ഭാഗം മാത്രം നമുക്ക് കവറിങ് ഇല്ല. നമുക്ക് നോക്കുമ്പോൾ ആ ഗ്ലാസ്സിലൂടെ ഉള്ളിലുള്ള ബബിള് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് കൈവച്ചൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സ്ട്രെയിറ്റ് അല്ല. ഇവിടെ ഒരു ചെറിയ കർവ് ഉണ്ട്. അത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ചെറിയ ഗ്രാജുവേഷൻസ് ഉണ്ട്. ബബിൾ സെന്ററിലാവുമ്പോൾ ഈ സെന്ററിലുള്ള പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ABT, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ഓക്കെ, സോ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഇസ് ദ ലൈൻ, ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൈനാണ്, വിച്ച് ഇസ് ടാൻജൻഷ്യൽ ടു ദ longitudinal curve of the bubble tube at its center when the bubble is at center. Okay, അപ്പൊ ഈ ലൈനും ഇറ്റ് ഷുഡ് ബി അല്ലെ, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. നോക്കൂ, വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ആക്സിസ് ലൈൻ ഷോൺ ബൈ ദി പ്ലംബ് അല്ലെ, ഒരു ഫ്രീലി ഹാങ്ങിങ് പ്ലംബ് ഗിവ് ചെയ്യുന്ന നമുക്ക് തരുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ പ്ലംബ് ലൈൻ അല്ലെ, ഈ റെഡ് കളറിൽ കാണുന്ന ലൈൻ. സോ ഈ റെഡ് കളറിൽ കാണുന്ന ലൈനും ഗ്രീൻ കളറിൽ കാണുന്ന ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതിപ്പോൾ 89 ഡിഗ്രിയോ 87 ഡിഗ്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ അതിൽ എറർ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഹാസ് ടു ബി കറക്റ്റ്. ഇനി രണ്ടാമത്തെ ഡിസൈഡ് റിലേഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ബബിൾ ട്യൂബ്. സോ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബും ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലൈൻ കണക്ടിങ് ദി center of the eyepiece, okay, optical center of objective and its continuation up to the object. So line of collimation, telescope-ന്റെ സെന്ററിലൂടെയുള്ള ആ ലൈൻ, നമ്മുടെ ഒബ്ജക്റ്റ് വരെയുള്ള ആ ലൈനും ആക്സിസ് ഓഫ് ബബിൾ ട്യൂബും തമ്മിൽ എന്തായിരിക്കണം? ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് റഫായിട്ട് ഇപ്പോൾ ഈ ഒരു ഫിഗർ ചെയ്യുന്നത് ഇത് ശരിക്കും ട്രണിയൻ ആക്സിസ് ആണ്, ഇതല്ല. എന്നാലും ABTയും ഈ ബ്ലൂ ലൈനും ഗ്രീനും ബ്ലൂവും തൽക്കാലത്തേക്ക് എടുക്കാം. ഓക്കെ, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ മസ്റ്റ് ബി ട്രൂലി ഹൊറിസോണ്ടൽ. നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഡയഫ്രത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ക്രോസ് ഹെയറും വെർട്ടിക്കൽ ക്രോസ് ഹെയറും കാണാം. ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഹൊറിസോണ്ടൽ തന്നെ ആയിരിക്കണം. അതുപോലെ വെർട്ടിക്കൽ ക്രോസ് ഹെയർ ട്രൂലി വെർട്ടിക്കൽ ആയിരിക്കണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയാൽ ഈ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന റീഡിങ്സിൽ എറർ ഉണ്ടാവാം. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോ നമ്മുടെ ഈ രണ്ട് സ്ക്രൂസ് തമ്മിൽ ഉള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് നമ്മൾ ഈ രണ്ട് സ്ക്രൂവും സെയിം ഹൈറ്റിലാവുമ്പോഴാണ് ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്നതും ഈ ട്യൂബ് ലെവൽ ട്യൂബ് ഹൊറിസോണ്ടൽ ആയിട്ട് ബബിള് സെന്ററിൽ വരുന്നത്. ചില സമയത്തെങ്കിലും ഇങ്ങനെ ഒരു സ്ക്രൂ വളരെ ഹൈറ്റ് കൂടിയിട്ടും മറ്റേ സ്ക്രൂ കുറച്ച് താണുമൊക്കെ ഇരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൈഡ് കൊണ്ട് കുറച്ച് ഉയരും. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഇതാ ഈ വൈറ്റിൽ കാണുന്നതാണ് ബബിള്. ഓക്കെ, ഈ ലൈറ്റ് ബ്ലൂ പോലെ കാണുന്നതാണ് നമ്മുടെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡ്. ഓക്കെ, പാർഷ്യലി ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ബബിള് നിൽക്കുന്നത് എങ്ങോട്ടാണ്? ഉയരം കൂടിയ സ്ഥലത്തിലോട്ടാണ് ബബിള് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബബിള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബബിൾ അഡ്ജസ്റ്റിംഗ് നട്ട് അല്ലെങ്കിൽ നമുക്കൊരു ക്യാപ്സ്റ്റൻ സ്ക്രൂ എന്ന് പറയുന്ന ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ്, പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്. ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ആണോ? ഓക്കെ, അങ്ങനെ ആണെങ്കിൽ bubble will remain in the center in all the positions of the telescope. നമ്മൾ ടെലിസ്കോപ്പ് എങ്ങനെയെല്ലാം കറക്കിയാലും ബബിള് സെൻട്രലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു സ്ഥലത്ത് വെച്ച് സാധാരണ ചെയ്യുന്ന പോലെ ഫുഡ് സ്ക്രൂ ഉപയോഗിച്ച് ലെവൽ ചെയ്യാം. എന്നിട്ട് ടെലിസ്കോപ്പിനെ ഒരു
ഏതെങ്കിലും ഒരു സൈഡ് ഓഫ് ദി ട്രയാങ്കുലർ പ്ലേറ്റ് അല്ലെ, അതിന് പാരലായിട്ട് വെക്കാം. എന്നിട്ട് 180 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറക്കുക. എന്നിട്ട് ബബിൾ സെൻട്രലാണോ നോക്കാം. അപ്പോൾ സെൻട്രൽ ആണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഡീവിയേഷൻസ് ബബിള് മാറി നിൽക്കുന്നു നോക്കുക. അപ്പൊ ഈ ഒരു ഫിഗർ നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ഈ 2 ഗ്രാജുവേഷൻ, ഓക്കെ, ഇതുപോലെ ഇതാണ് സെൻട്രലിൽ നിൽക്കേണ്ടത്, പകരം എത്ര ഗ്രാജുവേഷൻ മാറി നിൽക്കുന്നു എന്ന് നോക്കുക. സപ്പോസ് ഇപ്പൊ നമുക്ക് 4 ഗ്രാജുവേഷൻ ആണ് നമുക്ക് മാറി നിൽക്കുന്നത് എങ്കിൽ അതിനെ ബൈ 2 ചെയ്യാം. ഓക്കെ, 2 ഡിവിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാപ്സ്റ്റൺ ഹെഡഡ് സ്ക്രൂ ഉപയോഗിക്കാം. ബാക്കി 2 ഡിവിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് താഴെയുള്ള ഫൂട്ട് സ്ക്രൂസ് ഉപയോഗിക്കാം. അപ്പോൾ 4 ഡിവിഷൻ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ 2 ഡിവിഷൻ നമ്മൾ ക്യാപ്സ്റ്റൺ ഹെഡഡ് സ്ക്രൂ ലൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ബാക്കി 2 ഡിവിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് അതിന് ഏത് ഫുഡ് സ്ക്രൂ ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് താഴെയുള്ളത് ആ ഫുഡ് സ്ക്രൂ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ടെലിസ്കോപ്പ് 90 ഡിഗ്രി അഗെയിൻ ടേൺ ചെയ്യുക, ബബിള് സെന്ററിൽ കൊണ്ടുവരിക. ഏത് സ്ക്രൂ വെച്ചിട്ട് ആ ഇപ്പൊ 90 ഡിഗ്രി മാറിയല്ലേ, 90 ഡിഗ്രി കറക്കുമ്പോൾ ഇപ്പൊ ടെലിസ്കോപ്പിന്റെ അടിയിൽ ഏത് സ്ക്രൂ ആണോ ഉള്ളത് അത് മാത്രം കറക്കി ബബിള് സെന്ററിലാക്കുക. ഇനി ഒന്നുകൂടെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നോക്കുക ബബിൾ എല്ലായിടത്തും വയ്ക്കുമ്പോഴും സെന്ററിലാണോ, അല്ല എങ്കിൽ again നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ദി അഡ്ജസ്റ്റ്മെന്റ് ടു കറക്റ്റ് ദി ദിസ് പർട്ടിക്കുലർ ഡിസൈഡ് റിലേഷൻ. ഏതാണ്? ബബിള് എല്ലാ പൊസിഷനിലും സെൻട്രലാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത്. ഈ ഒരു ഫിഗർ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ഫുഡ് സ്ക്രൂസ് ABC അല്ലെ. അപ്പൊ AB എന്നുള്ള സൈഡിനെ പാരലാക്കി വെച്ചു, എയും ബിയും ഇൻവേർട്സ് റൊട്ടേറ്റ് ചെയ്ത് ബബിൾ സെൻട്രലാക്കി, എന്നിട്ട് പെർപെൻഡിക്കുലർ ആക്കി. അപ്പോൾ ഈ ടെലിസ്കോപ്പ് ഇപ്പോൾ C എന്നുള്ള ഫുഡ് സ്ക്രൂവിന്റെ മുകളിലാണ് ഈ ലെവൽ ട്യൂബ് നിൽക്കുന്നത്. ഇനി C മാത്രം കറക്കി നമ്മൾ ബബിൾ സെൻട്രലാക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ബാക്ക് ടു പ്രീവിയസ് പൊസിഷൻ വരിക. ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ കറക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ടെലിസ്കോപ്പിനെ ഇവിടെ നിന്ന് 180 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടെലിസ്കോപ്പ് 180 ഡിഗ്രി കറങ്ങി തിരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ സെൻട്രൽ ആണോ എന്ന് നോക്കുക. സെൻട്രൽ അല്ല എങ്കിൽ എത്ര ഡിവിഷൻ മാറി നിൽക്കുന്നു നോക്കുക. 4 ഡിവിഷൻ ആണെങ്കിൽ അതിന്റെ പകുതി 2 ഡിവിഷൻ നമ്മൾ ക്യാപ്സ്റ്റൺ ഹെഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കുക. ബാക്കി 2 ഡിവിഷനും കൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഫുഡ് സ്ക്രൂ ഉപയോഗിക്കണം? ഈ താഴെയുള്ള എയും ബിയും സൈമൾട്ടേനിയസ്ലി ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് മൂവ് ചെയ്ത് സെൻട്രലാക്കുക. ഇനി എന്ത് ചെയ്യുക? 90 ഡിഗ്രി ടേൺ ചെയ്യാം. അപ്പൊ ഇപ്പൊ 3ാമത്തെ സ്ക്രൂവിന്റെ പുറത്താണ്, എന്നിട്ട് ഈ 3ാമത്തെ സ്ക്രൂ മാത്രം റൊട്ടേറ്റ് ചെയ്ത് ബബിൾ സെൻട്രലാക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ബബിള് ത്രൂ ഔട്ട് ഇറ്റ്സ് റൺ സെൻട്രലാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആക്കാൻ ചെയ്യുന്നത് 2 പെഗ് മെത്തേഡ് ആണ്. ഓക്കെ, 2 പെഗ് മെത്തേഡ്. ഇപ്പോൾ 1 വേർഡ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. വിച്ച് ടെസ്റ്റ് ഇസ് ഡൺ ടു മേക്ക് ദി ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ഫോർ എ ഇൻ ലെവലിംഗ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആസ് എ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ലെവലിംഗ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 2 പെഗ് മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സപ്പോസ് ഒരു 60 മീറ്റർ 90 മീറ്റർ 100 മീറ്റർ ഒരു ലെങ്ത്തിൽ 2 പോയിന്റ്സ് ഉണ്ട്, എയും ബി. ഓക്കെ, നമ്മൾ അതിന്റെ കറക്റ്റ് സെന്റർ, ഇപ്പൊ ഇത് 60 മീറ്റർ ആണെങ്കിൽ കറക്റ്റ് സെന്റർ, അതായത് 30 മീറ്റർ വരുന്നിടത്ത് നമ്മൾ ഡംപി ലെവൽ സെറ്റ് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എയിലോട്ട് നോക്കി റീഡിംഗ് എടുക്കുന്നു, ബിയിലോട്ട് നോക്കി റീഡിംഗ്. ഇപ്പൊ എയിലുള്ള റീഡിങ്ങിന്റെ പേര് BS, ബിയിലുള്ള റീഡിങ്ങിന്റെ പേര് FS. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡംപി ലെവൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബിയുടെ വളരെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും എയിലോട്ട് നോക്കി റീഡിംഗ് എടുക്കുന്നു, ബിയിലോട്ട് നോക്കി റീഡിംഗ് എടുക്കുന്നു. ഈ 2 റീഡിങ്സും കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ കോളിമേഷൻ എറർ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് 2 പെഗ് മെത്തേഡ്. സോ 2 പെഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മേക്ക് ദ ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ. ഇത് ഏത് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ലൈൻ ഓഫ് കോളിമേഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. ഈ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പെഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ഡംപി ലെവൽ. സോ ദീസ് ആർ ദി 3 desired relations between the fundamental axis of a dumpy level. അപ്പോൾ ഒരു ഡംപി ലെവലിനകത്ത്
ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ ടാൻജൻഷ്യൽ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ട്യൂബ് അറ്റ് ഇറ്റ്സ് സെന്റർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ലെവൽ ട്യൂബ്. ഈ ലെവൽ ട്യൂബിന് ടോപ്പിൽ ഇതൊരു ഗ്ലാസിന്റെ ട്യൂബാണെന്ന് നമുക്കറിയാം. അതിനകത്ത് ശരിക്കും ട്രാൻസ്പാരന്റ് ആണെങ്കിലും കുറച്ചൊരു ഔട്ടർ കവറിങ് പോലെ, ഒരു സ്ലീവ് പോലെ, ഒരു ബ്ലാക്ക് കളറിലോ ഒക്കെ ഒരു കവറിങ് ഉണ്ട്. അതിൽ ഈ ഭാഗം മാത്രം നമുക്ക് കവറിങ് ഇല്ല. നമുക്ക് നോക്കുമ്പോൾ ആ ഗ്ലാസ്സിലൂടെ ഉള്ളിലുള്ള ബബിള് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് കൈവച്ചൊന്ന് തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് സ്ട്രെയിറ്റ് അല്ല. ഇവിടെ ഒരു ചെറിയ കർവ് ഉണ്ട്. അത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ കർവ് ഓഫ് ദി ബബിൾ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ചെറിയ ഗ്രാജുവേഷൻസ് ഉണ്ട്. ബബിൾ സെൻട്രലാവുമ്പോൾ ഈ സെന്ററിലുള്ള പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ABT, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ലെവൽ ട്യൂബ്. ഓക്കെ, സോ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഇസ് ദ ലൈൻ, ഇമാജിനറി ആയിട്ടുള്ള ഒരു ലൈൻ ആണ്, വിച്ച് ഇസ് ടാൻജൻഷ്യൽ ടു ദ longitudinal curve of the bubble tube at its center when the bubble is at center. Okay, അപ്പൊ ഈ ലൈനും it should be, അല്ലെ, axis of bubble tube should be perpendicular to the vertical axis. നോക്കൂ, vertical axis എന്ന് പറയുന്നത് എന്താണ്? vertical axis line shown by the plumb bob, അല്ലെ, ഒരു freely hanging plumb bob give ചെയ്യുന്ന നമുക്ക് തരുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ പ്ലംബ് ലൈൻ, അല്ലെ, ഈ റെഡ് കളറിൽ കാണുന്ന ലൈൻ. സോ ഈ റെഡ് കളറിൽ കാണുന്ന ലൈനും ഗ്രീൻ കളറിൽ കാണുന്ന ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇതിപ്പോൾ 89 ഡിഗ്രിയോ 87 ഡിഗ്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ അതിൽ എറർ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഹാസ് ടു ബി കറക്റ്റ്. ഇനി രണ്ടാമത്തെ ഡിസൈഡ് റിലേഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദ ബബിൾ ട്യൂബ്. സോ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബും ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ലൈൻ കണക്ടിങ് ദി സെന്റർ ഓഫ് ദി ഐ പീസ്, ഓക്കെ, optical center of objective and its continuation up to the object. So line of collimation, ടെലസ്കോപ്പിന്റെ സെന്ററിലൂടെയുള്ള ആ ലൈൻ, നമ്മൾ ഒബ്ജക്റ്റ് വരെയുള്ള ആ ലൈനും ആക്സിസ് ഓഫ് ബബിൾ ട്യൂബും തമ്മിൽ എന്തായിരിക്കണം? ദാറ്റ് മീൻസ് ഇപ്പം നമുക്ക് റഫായിട്ട് ഇപ്പോൾ ഈ ഒരു ഫിഗർ ചെയ്യുന്നത് ഇത് ശരിക്കും ട്രണിയൻ ആക്സിസ് ആണ്, ഇതല്ല. എന്നാലും ABTയും ഈ ബ്ലൂ ലൈനും ഗ്രീനും ബ്ലൂവും തൽക്കാലത്തേക്ക് എടുക്കാം. ഓക്കെ, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ മസ്റ്റ് ബി ട്രൂലി ഹൊറിസോണ്ടൽ. നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ഡയഫ്രത്തിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ക്രോസ് ഹെയറും വെർട്ടിക്കൽ ക്രോസ് ഹെയറും കാണാം. ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഹൊറിസോണ്ടൽ തന്നെ ആയിരിക്കണം. അതുപോലെ വെർട്ടിക്കൽ ക്രോസ് ഹെയർ ട്രൂലി വെർട്ടിക്കൽ ആയിരിക്കണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറിപ്പോയാൽ ഈ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന റീഡിങ്സിൽ എറർ ഉണ്ടാവാം. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോ നമ്മുടെ ഈ രണ്ട് സ്ക്രൂസ് തമ്മിൽ ഉള്ള ഹൈറ്റ്, ഈ ഹൈറ്റ് നമ്മൾ ഈ രണ്ട് സ്ക്രൂവും സെയിം ഹൈറ്റിലാവുമ്പോഴാണ് ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവുന്നതും ഈ ട്യൂബ്, ലെവൽ ട്യൂബ് ഹൊറിസോണ്ടൽ ആയിട്ട് ബബിൾ സെന്ററിൽ വരുന്നത്. ചില സമയത്തെങ്കിലും ഇങ്ങനെ ഒരു സ്ക്രൂ വളരെ ഹൈറ്റ് കൂടിയിട്ടും മറ്റേ സ്ക്രൂ കുറച്ച് താണുമൊക്കെ ഇരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സൈഡ് കൊണ്ട് കുറച്ച് ഉയരും. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഇതാ ഈ വൈറ്റിൽ കാണുന്നതാണ് ബബിള്. ഓക്കെ, ഈ ലൈറ്റ് ബ്ലൂ പോലെ കാണുന്നതാണ് നമ്മുടെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡ്. ഓക്കെ, പാർഷ്യലി ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡ്. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ബബിള് നിൽക്കുന്നത് എങ്ങോട്ടാണ്? ഉയരം കൂടിയ സ്ഥലത്തിലോട്ടാണ് ബബിള് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബബിള് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബബിൾ അഡ്ജസ്റ്റിംഗ് നട്ട് അല്ലെങ്കിൽ നമുക്കൊരു ക്യാപ്സ്റ്റൻ സ്ക്രൂ എന്ന് പറയുന്ന ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് എങ്ങനെ ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ്, പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്. ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ആണോ? ഓക്കെ, അങ്ങനെ ആണെങ്കിൽ bubble will remain in the center in all the positions of the telescope. നമ്മുടെ ടെലസ്കോപ്പ് എങ്ങനെയെല്ലാം കറക്കിയാലും ബബിള് സെൻട്രൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളൊരു സ്ഥലത്ത് വെച്ച് സാധാരണ ചെയ്യുന്ന പോലെ ഫുഡ് സ്ക്രൂ ഉപയോഗിച്ച് ലെവൽ ചെയ്യാം. എന്നിട്ട് ടെലസ്കോപ്പിനെ ഏതെങ്കിലും ഒരു സൈഡ് ഓഫ് ദി ട്രയാങ്കുലർ പ്ലേറ്റ്, അല്ലെ, അതിന് പാരലായിട്ട് വെക്കാം. എന്നിട്ട് 180 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കറക്കുക. എന്നിട്ട് ബബിള് സെൻട്രൽ ആണോ നോക്കുക.
അപ്പൊ സെൻട്രൽ ആണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര ഡീവിയേഷൻസ് ബബിള് മാറി നിൽക്കുന്നു നോക്കുക. അപ്പൊ ഈ ഒരു ഫിഗർ നമുക്ക് കണ്ടറിയാം. ഇപ്പൊ ഈ 2 ഗ്രാജുവേഷൻ, ഓക്കെ, ഇതുപോലെ ഇതാണ് സെൻട്രലിൽ നിൽക്കേണ്ടത്, പകരം എത്ര ഗ്രാജുവേഷൻ മാറി നിൽക്കുന്നു എന്ന് നോക്കുക. സപ്പോസ് ഇപ്പൊ നമുക്ക് 4 ഗ്രാജുവേഷൻ ആണ് നമുക്ക് മാറി നിൽക്കുന്നത് എങ്കിൽ അതിനെ ബൈ 2 ചെയ്യാം. ഓക്കെ, 2 ഡിവിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാപ്സ്റ്റൺ ഹെഡഡ് സ്ക്രൂ ഉപയോഗിക്കാം. ബാക്കി 2 ഡിവിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് താഴെയുള്ള ഫുഡ് സ്ക്രൂസ് ഉപയോഗിക്കാം. അപ്പോൾ 4 ഡിവിഷൻ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ 2 ഡിവിഷൻ നമ്മൾ ക്യാപ്സ്റ്റൺ ഹെഡഡ് സ്ക്രൂ ലൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ബാക്കി 2 ഡിവിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് അതിന് ഏത് ഫുഡ് സ്ക്രൂ ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് താഴെയുള്ളത് ആ ഫുഡ് സ്ക്രൂ വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ടെലിസ്കോപ്പ് 90 ഡിഗ്രി അഗെയിൻ ടേൺ ചെയ്യുക, ബബിള് സെന്ററിൽ കൊണ്ടുവരിക. ഏത് സ്ക്രൂ വെച്ചിട്ട് ആ ഇപ്പൊ 90 ഡിഗ്രി മാറിയല്ലേ, 90 ഡിഗ്രി കറക്കുമ്പോൾ ഇപ്പൊ ടെലിസ്കോപ്പിന്റെ അടിയിൽ ഏത് സ്ക്രൂ ആണോ ഉള്ളത് അത് മാത്രം കറക്കി ബബിള് സെൻട്രലാക്കുക. ഇനി ഒന്നുകൂടെ ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നോക്കുക ബബിൾ എല്ലായിടത്തും വയ്ക്കുമ്പോഴും സെൻട്രലാണോ, അല്ല എങ്കിൽ again നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ദി അഡ്ജസ്റ്റ്മെന്റ് ടു കറക്റ്റ് ദി ദിസ് പർട്ടിക്കുലർ ഡിസൈഡ് റിലേഷൻ. ഏതാണ്? ബബിള് എല്ലാ പൊസിഷനിലും സെൻട്രൽ ആക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത്. ഈ ഒരു ഫിഗർ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മളിപ്പോ ഇതാണ് നമ്മുടെ ഫുഡ് സ്ക്രൂസ് ABC അല്ലെ. അപ്പൊ AB എന്നുള്ള സൈഡിനെ പാരലാക്കി വെച്ചു, എയും ബിയും ഇൻവേർട്സ് റൊട്ടേറ്റ് ചെയ്ത് ബബിൾ സെൻട്രൽ ആക്കി, എന്നിട്ട് പെർപെൻഡിക്കുലർ ആക്കി. അപ്പോൾ ഈ ടെലിസ്കോപ്പ് ഇപ്പോൾ C എന്നുള്ള ഫുഡ് സ്ക്രൂവിന്റെ മുകളിലാണ് ഈ ലെവൽ ട്യൂബ് നിൽക്കുന്നത്. ഇനി C മാത്രം കറക്കി നമ്മൾ ബബിൾ സെൻട്രൽ ആക്കുന്നു. അടുത്ത സ്റ്റെപ്പ് ബാക്ക് ടു പ്രീവിയസ് പൊസിഷൻ വരിക. ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ കറക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ടെലിസ്കോപ്പിനെ ഇവിടെ നിന്ന് 180 ഡിഗ്രി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടെലിസ്കോപ്പ് 180 ഡിഗ്രി കറങ്ങി തിരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ സെൻട്രൽ ആണോ എന്ന് നോക്കുക. സെൻട്രൽ അല്ല എങ്കിൽ എത്ര ഡിവിഷൻ മാറി നിൽക്കുന്നു നോക്കുക. 4 ഡിവിഷൻ ആണെങ്കിൽ അതിന്റെ പകുതി 2 ഡിവിഷൻ നമ്മൾ ക്യാപ്സ്റ്റൺ ഹെഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കുക. ബാക്കി 2 ഡിവിഷനും കൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഫുഡ് സ്ക്രൂ ഉപയോഗിക്കണം? ഈ താഴെയുള്ള എയും ബിയും സൈമൾട്ടേനിയസ്ലി ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് മൂവ് ചെയ്ത് സെൻട്രൽ ആക്കുക. ഇനി എന്ത് ചെയ്യുക? 90 ഡിഗ്രി ടേൺ ചെയ്യാം. അപ്പൊ ഇപ്പൊ 3ാമത്തെ സ്ക്രൂവിന്റെ പുറത്താണ്, എന്നിട്ട് ഈ 3ാമത്തെ സ്ക്രൂ മാത്രം റൊട്ടേറ്റ് ചെയ്ത് ബബിൾ സെൻട്രൽ ആക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ബബിള് ത്രൂ ഔട്ട് ഇറ്റ്സ് റൺ സെൻട്രലാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻ ഓഫ് കോളിമേഷൻ ഷുഡ് ബി പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ആക്കാൻ ചെയ്യുന്നത് 2 പെഗ് മെത്തേഡ് ആണ്. ഓക്കെ, 2 പെഗ് മെത്തേഡ്. ഇപ്പൊ 1 വേർഡ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. വിച്ച് ടെസ്റ്റ് ഇസ് ഡൺ ടു മേക്ക് ദി ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ ഫോർ എ ഇൻ ലെവലിംഗ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആസ് എ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ലെവലിംഗ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 2 പെഗ് മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സപ്പോസ് ഒരു 60 മീറ്റർ ഓർ 90 മീറ്റർ ഓർ 100 മീറ്റർ ഒരു ലെങ്ത്തിൽ 2 പോയിന്റ്സ് ഉണ്ട്, എയും ബി. ഓക്കെ, നമ്മൾ അതിന്റെ കറക്റ്റ് സെന്റർ, ഇപ്പൊ ഇത് 60 മീറ്റർ ആണെങ്കിൽ കറക്റ്റ് സെന്റർ, അതായത് 30 മീറ്റർ വരുന്നിടത്ത് നമ്മൾ ഡംപി ലെവൽ സെറ്റ് ചെയ്യുന്നു, ലെവൽ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എയിലോട്ട് നോക്കി റീഡിംഗ് എടുക്കുന്നു, ബിയിലോട്ട് നോക്കി റീഡിംഗ്. ഇപ്പൊ എയിലുള്ള റീഡിങ്ങിന്റെ പേര് BS, ബിയിലുള്ള റീഡിങ്ങിന്റെ പേര് FS. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡംപി ലെവൽ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ബിയുടെ വളരെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വീണ്ടും എയിലോട്ട് നോക്കി റീഡിംഗ് എടുക്കുന്നു, ബിയിലോട്ട് നോക്കി റീഡിംഗ് എടുക്കുന്നു. ഈ 2 റീഡിങ്സും കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ കോളിമേഷൻ എറർ കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് 2 പെഗ് മെത്തേഡ്. സോ 2 പെഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മേക്ക് ദ ലൈൻ ഓഫ് കോളിമേഷൻ പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ. ഇത് ഏത് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ലൈൻ ഓഫ് കോളിമേഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, ഈ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പെഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.